ഗ്രീൻ ട്യൂബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കൃഷിയെ ആസ്വദിക്കാനും കൃഷിയെ സ്വപ്നം കാണാനും ഒക്കെ പ്രചോദിപ്പിക്കുന്ന ഗ്രീൻ ട്യൂബിൻ്റെ എല്ലാ വീഡിയോകൾക്കും നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളുടെ നല്ല പ്രതികരണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കുറെ കൂടി ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടെ ഏറെ കർഷകർ കാലെടുത്തു വെച്ച രംഗമാണ് പോളി ഹൗസ് ഫാമിംഗ്, അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയിലൊക്കെ പ്രശസ്തമായ ഒരു രീതി. എന്നാൽ നമ്മുടെ നാട്ടിൽ വേണ്ട വിധത്തിൽ വിജയിക്കാതെ പോയി എന്ന ഒരു വിഭാഗം കർഷകർ വിലയിരുത്തുന്ന പോളി ഹൗസ് ഫാമിങ്ങിന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയാണ് ഗ്രീൻ ട്യൂബ് ഇന്ന്. പോളി ഹൗസ് ഫാമിംഗ് മേഖലയിലേക്ക് കടന്നു വരികയും പരീക്ഷിക്കുകയും ഒരു പരിധിവരെ വിജയം നേടുകയും എന്നാൽ ബന്ധപ്പെട്ട മേഖലയിൽ നിന്നും ഗവൺമെൻറ് അധികാരികളിൽ നിന്നും വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വേണ്ട വിധത്തിൽ പരിശീലനവും കൃത്യമായ അറിവും പരിശീലനവും ലഭിക്കാത്തതുകൊണ്ട് മാത്രം ഈ മേഖലയിൽ പരാജയപ്പെട്ടു പോയ കർഷകർ നിരവധിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്? ഈ മേഖലയിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. പുറനാട്ടുകര സ്വദേശിയായ പോളി ഹൗസ് തൃശ്ശൂർ ജില്ലയിലെ പോളി ഹൗസ് ഫാർമേഴ്സ് സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പോൾസൺ റാഫേലിന്റെ പോളി ഹൗസിലേക്കാണ് ഇന്ന് ഗ്രീൻ ട്യൂബ് നിങ്ങളോടൊപ്പം കടന്നു ചെല്ലുന്നത്. ഹ്യൂമിഡിറ്റിയാണ് ചെടികളിലെ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ ചെടികളിൽ കായഫലം പിടിക്ക് പൂവുണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടായ പൂവ് തന്നെ കായാവാതിരിക്കാനൊക്കെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അങ്ങോട്ട് മുഴുവനായിട്ട് പറ്റിയിട്ടില്ല. അതേസമയം വളപ്രയോഗം എന്നുള്ളത് നമ്മൾ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിവളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് പിണ്ണാക്ക് വേപ്പും പിണ്ണാക്കും കൂടെയൊക്കെ ചേർത്ത് അടിവളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് പ്രധാനമായിട്ട് NPK തന്നെ ഈ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള സ്പ്രേ ഫോളിയാർ സ്പ്രേ കൊടുക്കും. അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ വഴി നമ്മൾ കൊടുക്കുന്നത്. അതിൽ നമ്മൾ കീടനിയന്ത്രണമായിട്ട് പ്രധാനമായിട്ട് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പശുമൂത്രത്തിലെ പച്ചിലകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ദ്രാവകം, ഒരു മിശ്രിതമാണ്. അത് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഈ പച്ചക്കറികൾ നമുക്ക് ഈ പോളിഹൗസിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട പച്ചക്കറികൾ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്. പോളിനേഷൻ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സെൽഫ് പോളിനേഷനുള്ള ചെടികൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ വരുന്നത് സാധാരണ പയർ, കുക്കുംബറാണ് ഇതിൻ്റെ ഏറ്റവും ഐഡിയലായിട്ടുള്ളൊരു സീഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പയർ, വെണ്ട, മുളക്, വഴുതന ഇതൊക്കെ ചെയ്യാം. പക്ഷേ വഴുതന നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടും അത്ര അങ്ങോട്ട് സക്സസ് ആയിട്ടില്ല, കായ കുറവാണ്. അതേസമയം വെണ്ട ഒരുവിധം നന്നായി കായ ഉണ്ടായിട്ടുണ്ട്, മുളക് നല്ലപോലെ കായ ഉണ്ടായിട്ടുണ്ട്. തക്കാളി ഞാൻ പല പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടില്ല, വളരെ കുറവ് കായ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതേസമയം പയർ ഒരുവിധം നന്നായിട്ടുണ്ടായിട്ടുണ്ട്, പക്ഷേ അതേസമയം തന്നെ അത് പുറത്തുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഈൽഡ് ഇതിനകത്ത് ഉണ്ടായി എന്ന് പറയാനില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം പിന്നീട് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ പയറിന് പോളി ഹൗസ് വെറൈറ്റി സീഡ്സ് അല്ലെങ്കിൽ പാർത്തനോകാർപ്പിക് സീഡ്സ് എന്ന് പറഞ്ഞിട്ടില്ല, അത് ഒരേ സീഡ് തന്നെയുള്ളൂ. അപ്പോൾ പുറത്താണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് കായ ഉണ്ടായതാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ പല രീതിയിലും പലരും അനുഭവം പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ചെടികൾ ഇപ്പോൾ ഞങ്ങളിത് ഇതിനകത്ത് ചെയ്തിരുന്നു, മത്ത, കുമ്പളം, വെള്ളരി ഇതൊക്കെ ചെയ്തിരുന്നു. ഇതിനൊക്കെ പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു തേനീച്ചക്കൂട് വെച്ചു. തേനീച്ചക്കൂട് വെച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ തേനീച്ച പരാഗണം നടക്കുകയും കായ്ഫലം പിടിക്കുകയും ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ മിക്സഡ് ആയിട്ട് വെക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോക്കലായിട്ട് സെയിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അതേസമയം കുക്കുംബർ തനിയെ ഉണ്ടാവുക മാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബർ അത്രയ്ക്കധികം നമുക്കിവിടെ വിൽക്കാൻ കഴിയുന്നില്ല. സംഭവം ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈൽഡ് പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ഈൽഡ് ഉണ്ടായി. തുടക്കത്തിൽ ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും ശരി, ആ സമയത്ത് ഗ്രാജുവലായിട്ട് വളരെ മാർക്കറ്റിൽ വളരെ ഡിമാൻഡ് ഉണ്ടാവുകയും നമുക്ക് നല്ല വില കിട്ടുകയും ഒരുവിധം ഉണ്ടായ സാധനങ്ങൾ മുഴുവൻ വിറ്റഴിക്കാൻ കഴിയുകയും ചെയ്തു. പോളി ഹൗസ് കൃഷിയുടെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുക്കളത്തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വ്യാപകമായിട്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അത്ര പ്രായോഗികമല്ല. കാരണം പോളി ഹൗസ് കൃഷി എന്ന് പറയുന്നത് കൃത്യമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൃത്യമായ പോളി ഹൗസ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെയ്യാവുന്ന വിളകൾക്ക് പരിമിതികളുണ്ട്. സാധാരണ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പല വിളകളും ഈ പോളി ഹൗസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പോളി ഹൗസ് കൃഷിക്ക് പകരമല്ല മഴമറ കൃഷി, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം.
മഴമറ കൃഷി എന്ന് പറയുന്നത് ഒരു രീതിയാണ്, പോളി ഹൗസ് കൃഷി എന്ന് പറയുന്നതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. പക്ഷേ അടുക്കളത്തോട്ടമാണെന്നുണ്ടെങ്കിൽ മഴമറ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അടുക്കളത്തോട്ടത്തിൽ മഴമറയാണെങ്കിൽ എല്ലാ തരം വെജിറ്റബിൾസും കൃഷി ചെയ്യാന്നുള്ളതാണ്. പക്ഷേ പോളി ഹൗസിൽ അങ്ങനെയല്ല, കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും മാനുവലായിട്ട് പോളിനേഷൻ നടത്തി പല വിളകളും ആളുകൾ ചെയ്യുന്നുണ്ട്. കൃഷി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് കൃഷിയിൽ താല്പര്യം ഉണ്ടാവണമെങ്കിൽ, ആ കൃഷി താല്പര്യത്തോടെ ചെയ്ത് കൂടുതൽ വിളവുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആധുനിക കൃഷി രീതികൾ തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് പോളി ഹൗസ്. അതുകൊണ്ട് തന്നെ പോളി ഹൗസിൻ്റെ വിജയം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഗവേഷണം വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വിജയിച്ചു എന്ന് പറയുന്ന പല ആളുകളും എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടുള്ള ബന്ധം, അവിടെ നിന്നുള്ള കൺസൾട്ടൻസി, ഇതിൻ്റെയൊക്കെ ഒരു സഹായത്താലാണ് അവരൊരു വിധമെങ്കിലും ഈ വിജയിച്ചു എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ നല്ല വിളവുണ്ടാക്കി എന്ന് പറയുന്ന ആളുകൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതുപോരാ, നമുക്ക് ഇവിടെ ലോക്കലായിട്ട് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും ഈ കൺസൾട്ടൻസി അത്ര എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ അവൈലബിൾ ആക്കുകയും വേണം. അപ്പോൾ പുതുതായിട്ട് ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തരത്തിലുള്ള ഒരു അഡ്വൈസ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കേണ്ട വളങ്ങൾ, അതായത് ഇതിൽ ഉപയോഗിക്കുന്ന വാട്ടർ സോളിബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ജൈവവളത്തിൻ്റെ മാത്രം വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാൻ ഞാൻ അത് പ്രായോഗികമല്ല. കാരണം ഹൈ ഈൽഡ് വെറൈറ്റി സീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങുന്ന സമയത്ത്, കായ ഉണ്ടാവാൻ തുടങ്ങുന്ന സമയത്ത് പിന്നെ പൊട്ടാഷ് വളരെ വലിയ അളവിൽ കൊടുക്കണം. പൊട്ടാഷ് കൂടുതൽ അളവിൽ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ജൈവവളങ്ങളൊന്നും സാധ്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള വളങ്ങളുടെ അവൈലബിലിറ്റി, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, എൻഷുർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, ഇതൊക്കെ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ തരത്തിലുള്ള സപ്പോർട്ടൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. പരീക്ഷണാടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ പറയുന്നത് കർഷകർ തന്നെ പരീക്ഷിച്ച് നടത്തിയ അറിവുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് കർഷകൻ്റെ ബാധ്യതയായിട്ട് വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറഞ്ഞത്. പോളി ഹൗസ് മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് സംസ്ഥാനമൊട്ടാകെയുള്ള പോളി ഹൗസ് ഫാർമേഴ്സിന്റെ കൂട്ടായ്മ. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠനം നടത്തി ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്ന് മനസ്സിലാക്കി വ്യക്തമായ ഒരു നിവേദനം വകുപ്പ് മന്ത്രിക്ക് നൽകുവാനുള്ള പരിശ്രമത്തിലാണ് ഇവർ. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പുറനാട്ടുകരയിൽ നടന്ന പോളി ഹൗസ് സംസ്ഥാന ഭാരവാഹികളുടെ കൂട്ടായ്മയിലും ചർച്ചയിലും അദ്ദേഹം വന്ന് പങ്കെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കൃത്യമായ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഈ മേഖലയിൽ ആവശ്യമായ ഗവേഷണം നടത്തുകയും അതുപോലെ തന്നെ ഒരു പരിശീലനം നൽകി ഇവരെ പറഞ്ഞയക്കാതെ നിരന്തരമായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഇവരുടെ ഫാമിൽ നിരന്തരമായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുന്ന രീതിയിലേക്ക് കാർഷിക വകുപ്പിൽ, കൃഷി വകുപ്പിൽ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഇവർ മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ മേഖലയിൽ കൃത്യമായ ഒരു നിലപാടും ഒരു തീരുമാനവും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും അടുത്ത വീഡിയോയുമായി ഗ്രീൻ ട്യൂബ് നിങ്ങളുടെ മുന്നിൽ എത്തും. അതുവരെ കാത്തിരിക്കുക.